ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ മെഷീനിൽ സ്ലീവേൽ സ്കാലപ്പ് കൊടുക്കുന്ന ഒരു മെയിനായിട്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പരാഗിയിൽ നിന്നെടുത്ത ഒരു മെറ്റീരിയലാണ് ഇത്. വെൽവെറ്റയിൽ ഇതുപോലെ സ്വീക്കൻസും എംബ്രോയ്ഡറിയും കൂടെ വരുന്ന ഒരു വർക്കൊക്കെ വരുന്നത് ഈ ബ്ലാക്ക് കളറിലെ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ അളവെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമേ നെക്കിൻ്റെ ആയിരുന്നു അളവെടുത്തിരുന്നത്. 3.5 ഇഞ്ചാണ് നെക്കിന് വിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത് ആയിരുന്നു എടുത്തത് 6.5 ഇഞ്ച്. അപ്പോൾ ആ പ്ലെയിനായിട്ടുള്ള ആ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ വിട്ടുകൊണ്ടാണ് കേട്ടോ 6.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അതാണ് കറക്റ്റ് ആ ഒരു വർക്കിൻ്റെ അവിടെ തുമ്പത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്തും 6.5 എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ കൈക്കുഴിയായിട്ട് ഇങ്ങനെ വെട്ടുന്നില്ല. പകരം ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് നെക്കിൻ്റെ ലെങ്തിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടോട്ട് സ്ട്രെയിറ്റ് ആയിട്ടേ പോകുന്നുള്ളൂ. അല്ലാതെ കൈക്കുഴിയുടെ ആ ഒരു ചെറിയൊരു കർവ് ഉണ്ടല്ലോ, അതൊന്നും ഞാൻ വെട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം മനസ്സിലാവുമായിരിക്കും ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ. എനിവേ ബാക്കി എൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം ഞാനൊന്ന് മെഷർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ടോപ്പിന് എന്തോരം ലെങ്ത് കിട്ടും അത്രയും തന്നെ ലെങ്ത് കൊടുക്കാനായിട്ടാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ നെക്കിൻ്റെ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലീവ്, അതായത് നെക്കും നമ്മുടെ ആ ഒരു ഷോൾഡർ പോർഷനും എല്ലാം വേറൊരു സെപ്പറേറ്റ് തുണിയല്ല വരുന്നത്. ഇത് ഇപ്പോൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത് അത് നെക്കാണ് പോകുന്നത്. നെക്ക് മാത്രമായിട്ടാണ് പോകുന്നത്. സ്ലീവ് വരുന്നത് സെപ്പറേറ്റ്, അതായത് ഷോൾഡർ വരുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ കൈക്കുഴിയുടെ അവിടെ കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കൈക്കുഴിയുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചായിരുന്നു. പക്ഷേ ഷോൾഡറിൻ്റെ ലെങ്ത്ത് നെക്കിൻ്റെ ആ സെയിം ലെങ്ത് തന്നെ 6.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നെക്കും 6.5 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഷോൾഡറും സ്ലീവും കൂടെ വരുന്നത് സെപ്പറേറ്റ് തുണിയിലായത് കാരണം ഞാൻ അതേണ്ട ഈ ഒരു തുണീനെ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്തോട്ട് നമ്മൾ ആ വെട്ടി വെച്ച മെറ്റീരിയൽ ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ തുണിയിലോട്ട് കറക്റ്റ് നമ്മുടെ നെക്കിനുള്ള വിഡ്ത്ത് 3.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ആ 7 ഇഞ്ചും ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്ന കണ്ടല്ലോ, ആ ഒരു ഫോൾഡിനനുസരിച്ച് അവിടെ നിന്ന് തന്നെയാണ് നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും വിഡ്ത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാലപ്പോടെ വരേണ്ടത് കാരണം ഞാൻ ഇച്ചിരി കൂടെ തുണി കൊടുക്കുന്നുണ്ട് അവിടെ. അങ്ങനെ അത് ടോട്ടൽ എത്രയാണ് ഉള്ളത് ഞാൻ മെഷർ ചെയ്തായിരുന്നു. അപ്പം 4.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 4.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 4.5 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 സൈഡിലോട്ട് നമുക്ക് വേണമല്ലോ, 2 സൈഡിലും വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ 2ആയിട്ട് തുണിയൊന്ന് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ആ 4.5 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്കാലപ്പും കൂടെ വരേണ്ടത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ കൊടുത്ത് ഒരു 5 ഇഞ്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിന് വരേണ്ട വിഡ്ത്ത് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെയും ഒരേപോലെ വരണമല്ലോ. അപ്പോൾ നമുക്ക് 6.5 ഇഞ്ചായിരുന്നു വേണ്ടത്. അപ്പോൾ ടോട്ടൽ 13 ഇഞ്ചാണ് വരേണ്ടത്. 13-ന് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാനൊരു 15 ഇഞ്ചോളം ഇട്ടിട്ടാണ് ലെങ്ത്, അതായത് നമ്മുടെ ഈ ഒരു മുറിക്കുന്ന ഈ ഒരു പീസിന് 15 ഇഞ്ച് ലെങ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ക്വയറായിട്ട് വരച്ചിട്ടിരിക്കുന്നത്. അതിന് ശേഷം ഇനി ഞാൻ സ്കാലപ്പ് വരയ്ക്കാനായിട്ട് പോവുകയാണ്. ശരിക്കും നമുക്ക് ഈ ഒരു വെൽവെറ്റിൻ്റെ ഈ നല്ല വശത്തല്ല സ്കാലപ്പ് വരച്ച് കൊടുക്കേണ്ടത്, ബാക്ക് വശത്താണ് സ്കാലപ്പ് വരച്ച് കൊടുക്കേണ്ടത്. നമുക്ക് അവിടെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ ജസ്റ്റ് നമ്മൾ നല്ല വശത്ത് വെച്ച് സ്കാലപ്പ് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 സൈഡിലും ഓരോ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ ആ ലൈനുമായിട്ട് മുട്ടത്തക്ക രീതിയിലാണ് ഞാൻ ഈ ഓരോ സ്കാലപ്പും വരച്ച് കൊടുക്കുന്നത്. അപ്പം കറക്റ്റ് ആ ഒരു അളവിന് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ടോട്ടൽ വിഡ്ത്ത് ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ്റെ അകത്ത് വരുന്ന ആ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 4.5 ഇഞ്ച് തന്നെയാണ് സ്കാലപ്പും ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ 2 സൈഡിലും ഞാൻ സ്കാലപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ രണ്ട് തുണിയായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2 സൈഡിലേക്കുള്ളതിന് 2 തുണിയായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ആ തുണിയിലും ഇതേപോലെ തന്നെ സ്കാലപ്പ് വരച്ച് കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ, അല്ലാതെ പറ്റത്തില്ലേ. അപ്പം ഞാൻ അതിന് സ്കാലപ്പിൻ്റെ അനുസരിച്ച് വെട്ടുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാനിപ്പം വെട്ടിയെടുക്കുന്നത്. നമുക്ക് സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2 തുണിയിലും ഞാനിങ്ങനെ സ്കാലപ്പ് ഞാൻ വരച്ചും കൊടുത്തിട്ടുണ്ട്. അത് അകവശത്തായിട്ടാണ് വരച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു മജന്ത കളറിലെ ത്രെഡ് വെച്ചാണ് സ്കാലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ബോബിൻ കേസിൽ ഇതേപോലെ നമ്മുടെ ഈ ഒരു ത്രെഡ്
ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡാണ്. ഇതൊന്ന് ഫുള്ളൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ബോബിനാണോ കേസാണോ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ത്രെഡ് സാധാരണ എടുക്കുന്ന പോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മെഷീനിലും അഡ്ജസ്റ്റ് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകണം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നല്ല വശത്തല്ല നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്, അകവശത്താണ് വരച്ച് കൊടുക്കേണ്ടത്. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ബോബിൻ കേസിലാണ് നമ്മുടെ ആ ഒരു എംബ്രോയ്ഡറി ത്രെഡ് ചുറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പം അടിവശത്തല്ല സ്റ്റിച്ച് വരുന്നത്. അതുകൊണ്ടാണ് നല്ല വശത്ത് അന്നേരം കറക്റ്റ് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് വരും. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാലപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും ചുരുങ്ങാനുള്ള ഒരു ചുളുക്കം പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് വെച്ചുകൊണ്ടല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി വെൽവെറ്റ് അതുപോലെ തന്നെ ഇത്രയും ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ ഫുള്ള് വർക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല കട്ടിയുണ്ടായിരുന്നു ഈ തുണിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ലൈനിങ് വെച്ച് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ലീവേൽ ഇത് നമ്മുടെ സ്കാലപ്പ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കാലപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ വരച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ പൊക്കത്തൂടെ നമ്മുടെ മെഷീൻ വെച്ച് പെതുക്കെ സ്റ്റിച്ച് ചെയ്തങ്ങ് കൊടുത്താൽ മതി. അടിയിലത്തെ നൂല് തീരുമ്പോഴത്തേക്കിന് നമ്മൾ അടുത്തത് ഇതുപോലെ ചുറ്റിയിട്ട് ഒന്ന് നോട്ടിട്ട് കൊടുത്തുകൊണ്ട് പിന്നെ നമുക്ക് ആദ്യം തൊട്ട് ബാക്കിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു 3 ലെയർ ഒരു സൈഡ് തന്നെ 3 ലെയറായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ ആ ഒരു ത്രെഡിൻ്റെ സ്കാലപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഫുള്ളൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മറ്റേ എൻഡിൽ നിന്ന് വീണ്ടും ഇതേപോലെ തന്നെ ബാക്കി കൂടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ 3 ലെയറായിട്ട് ഞാൻ ഈ ഒരു സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ സ്കാലപ്പ് നോർമൽ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ, അതായത് ഷാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നി കാർഡിൽ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക. അതപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നോർമൽ മെഷീൻ വെച്ച് ഇതേണ്ട ഇപ്പോൾ നമ്മൾ സ്ലീവല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെക്ക് വിത്ത് ഷോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞേ. അപ്പം കുഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ. ഇതിപ്പം ഞാനിപ്പോൾ 2ാമത്തെ ലെയറാണ് ഞാൻ ആ ഒരു സൈഡിൽ തന്നെ നമ്മുടെ സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പെതുക്കെ വേണം ചെയ്യാനായിട്ട്. ഓരോ സ്കാലപ്പിൻ്റെ എൻഡ് വരുമ്പോഴത്തേക്കിന് ഇതുപോലെ നമ്മുടെ ഫൂട്ട് ഒന്ന് പൊക്കിയിട്ട് പിന്നെ ഒന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഒരു 2 തുണിയിലും 4 സൈഡിലും ഇതേപോലെ ഒന്ന് സ്കാലപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ പേപ്പർ പെതുക്കെ ഒന്ന് പീൽ ചെയ്യുക. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ്സാണ് ഈ ഒരു പേപ്പർ പീൽ ചെയ്തെടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പേപ്പറെല്ലാം ഒന്ന് പീൽ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മുടെ ആ ഒരു ത്രെഡ് നല്ലതായിട്ട് വിസിബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്യാം. സിൽക്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളൊരു 10 ലെയറെങ്കിലും ഇതുപോലെ നമ്മളൊന്ന് സ്കാലപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചെങ്കിലും നല്ല കട്ടിക്ക് നിൽക്കത്തുള്ളൂ. അപ്പോൾ എംബ്രോയ്ഡറി ത്രെഡ് ആകുമ്പോഴത്തേക്കും ഓൾറെഡി കട്ടിയുള്ള ത്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല 2-3 ലെയർ കൊടുക്കുമ്പോൾ തന്നെ നല്ല കട്ടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ സ്കാലപ്പ് 2 സ്ലീവേലും ഉള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ സ്കാലപ്പിൻ്റെ തുമ്പ് ചേർത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിന് ഉരുക്കിയും കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ അടിച്ച് തിരിച്ചിടുക അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി നെക്കിൽ സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അല്ലാതെ നമ്മുടെ നെക്കിൽ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഇട്ട് എടുക്കത്തില്ലേ, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിലും അതൊന്ന് ജസ്റ്റ് കയറി കാണുക. ഇത് നമ്മൾ ഷാളിൻ്റെയൊക്കെ തുമ്പത്ത് നമ്മൾ സ്കാലപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇതിപ്പം ചെയ്തിരിക്കുന്നത്. അത് 2 സൈഡിലായിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ത്രെഡൊന്നും അഴിഞ്ഞു വരാതെ ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയും കൂടെ ഒന്ന് ഫുള്ള് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. 4 സൈഡും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ പണി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ബാക്കിയാണ് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി കിടക്കുന്നത്. ഇപ്പം കട്ടിങ് കഴിഞ്ഞു, ഇതുപോലെ തന്നെ നമ്മുടെ സ്കാലപ്പിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് പിന്നെ സിമ്പിളാണ്, എളുപ്പമായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 4 സൈഡും കൂടെ ഒന്ന് ഉരുക്കിയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്കാലപ്പ് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നല്ലതല്ലേ ഈ ഒരു കളറിൽ ഈ ഒരു ത്രെഡും കൂടിൻ്റെ വർക്ക് കൂടെ വന്നപ്പോഴത്തേക്കും നല്ല എടുപ്പ് ഫീൽ ചെയ്യുന്നില്ലേ. പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുത്തായിരുന്നല്ലോ നമ്മുടെ നെക്കിൻ്റെ പോർഷൻ തൊട്ട് ഷോൾഡറിൻ്റെ, അതായത് കൈക്കുഴിയുടെ അവിടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകുന്നത്. അവിടെ നമുക്ക് ഒന്ന് ഓൾറെഡി ലൈനിങ് വെക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ വേറൊരു തുണി ഇതേപോലെ ബ്ലാക്ക് കളർ തുണി സത്യം പറഞ്ഞാൽ തപ്പിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു കളർ തുണി വെക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് ഒരു സൈഡ് അടിച്ചതിന് ശേഷം മറ്റേ സൈഡ് അടിക്കാത്ത സൈഡുണ്ടല്ലോ അവിടെ നമ്മുടെ നല്ല വശത്തോട്ട് വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇതുപോലെ നല്ല സൈഡിലോട്ട് വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ തുണി കാണിക്കുന്നത് പോലെ തന്നെ നേരെ അകത്തോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം മണ്ടേ കൂടെ പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ലൈനിങ് വെക്കുമ്പോഴത്തേക്കിനും അകത്തോട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മണ്ടേ കൂടെ അടിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ബാക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഞാൻ ചെയ്തതിപ്പം ജസ്റ്റ് കാണിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് തന്നെ നമ്മുടെ ബോഡി പാർട്ടാണ് മെയിൻ ക്ലോത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിന് 2ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ വിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 3.5 ആയിരുന്നു. ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിൽ, ഫ്രണ്ടിൻ്റെ തന്നെ 2 സൈഡിൽ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇത് നമ്മൾ ചെയ്തായിരുന്നല്ലോ സ്കാലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 6.5 ഇഞ്ചാണ് ഫ്രണ്ടിലത്തെ നെക്ക് വരുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് തന്നെ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ മെയിൻ ക്ലോത്ത് ഒന്ന് നിവർത്തിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടോട്ട് നമ്മൾ കറക്റ്റ് ആ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇതുപോലെ വരത്തക്ക രീതി ഒന്ന് അകത്തായിട്ട് നമ്മുടെ ആ സ്കാലപ്പിൻ്റെ വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ അകത്തോട്ട് കയറ്റി വെച്ചുകൊണ്ട് ഒന്ന് പേർപ്പിന് വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡും ചെയ്യണം. ബാക്ക് സൈഡും ഇതേപോലെ തന്നെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് 3.5 ഇഞ്ച് തന്നെ വിട്ടെടുക്കുക, നെക്കിൻ്റെ വിട്ടെടുക്കുക. അതുപോലെ തന്നെ 6.5 ഇഞ്ച് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ പീസയിലും എടുത്തതിന് ശേഷം, അതായത് സ്ലീവിൻ്റെ പീസയിലും എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് പേൾപ്പിന് വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 6.5 ഇഞ്ച് സത്യത്തിൽ നെക്കിന് നല്ല ഇതായിപ്പോയി, ഇറങ്ങിപ്പോയി, ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് എനിക്ക് ഇറങ്ങിപ്പോയി. പക്ഷേ അത്ര എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞാൻ അത്രയും എടുത്തത് എനിക്കും അറിയില്ല, അപ്പോഴത്തെ ഒരു ഇതിലങ്ങ് എടുത്ത് പോയതാണ്. പക്ഷേ അതെനിക്ക് നന്നായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ എനിവേ എന്തായാലും ദേണ്ട നമ്മളിനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ടേ കൂടെ ദേണ്ട ഇതേപോലെ ഒന്ന് പതിച്ചെടുക്കുകയാണ്. ഒരു 2-3 സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അങ്ങനെ ഫ്രണ്ടും ബാക്കും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് സൈഡും കാര്യങ്ങളും എല്ലാം അടിക്കുകയാണ് ചെയ്യേണ്ടത്. സൈഡിൽ വണ്ണം കുറച്ചെടുക്കണം, അതുപോലെ അടിക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബാക്കിലത്തെ നെക്ക് ഒരുമാതിരി നന്നായിട്ട് ഇറങ്ങിപ്പോയി, അതുകൊണ്ട് ഒരു ബോർഡിൻ്റെ ഒരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഫ്രണ്ട് നെക്ക് ഒരുമാതിരി നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് എങ്ങനെ